ഡീസെൻ്റ്ലി വെൽ. ഞാൻ എപ്പോഴും രാത്രിയെ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ആരും അവിടെ ഹോട്ടലിൽ നേരെ ചെക്ക് ഇൻ ചെയ്യും. രാവിലെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, എൻ്റെ ഡ്രൈവറുണ്ട് എൻ്റെ കൂടെ, ആഷിഖ് എന്ന് പറഞ്ഞു. അപ്പോൾ ആഷിഖും വേറെ ഹോട്ടലിൽ താമസിക്കും, ഞാൻ അവിടെ എത്തും, രാവിലെ റെഡിയാവും. രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം ഒരു ക്ലീൻ ആയിട്ടുള്ള ഷൂട്ട്. ഓക്കെ, എല്ലാ ഷൂട്ടൊക്കെ കഴിഞ്ഞു. 6 o'clock 7 o'clock ഷൂട്ട് കഴിഞ്ഞു. തിരിച്ച് ഞാൻ പോകാൻ ബാക്കി മണി കിട്ടാനുണ്ട്. അപ്പം ഞാൻ റൂമിലേക്ക് പോകുമ്പം ഈ വെഡിങ്ങിൻ്റെ കമ്പനിയുടെ ഓണർ അദ്ദേഹം റൂമിലേക്ക് വന്നു. അപ്പം പേയ്മെൻറ്റുമായിട്ടാണ് വന്നായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരം പറയുന്നുണ്ട്, രഞ്ജലി നാളെ പോയാൽ മതി, രഞ്ജലി നാളെ പോയാൽ മതി. എനിക്ക് ആ സിസ്റ്റം ഇല്ല. ബിക്കോസ് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് സ്റ്റേയിങ് എനിവേ. എനിക്ക് വർക്ക് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തണം. ബിക്കോസ് ഐ ലൈക്ക് ബീയിങ് ഹോം. സോ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വാട്ട് ദേ ഡു ഈസ് റൂമിൽ വന്നിട്ട് അതെ കോർഡിനേറ്റർ പറഞ്ഞിരുന്നു രഞ്ജലി രാത്രി എൻ്റെ കൂടെ നിന്നിട്ടേ പോളൂ. എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞാൻ രഞ്ജിനിയെ സമ്മതിച്ചു കൊടുത്തേക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ രഞ്ജിനി അവളുടെ നിലപാടിൽ ഉറച്ചു തന്നല്ലോ. അവൾ തന്നെ പറയുന്നുണ്ട്, കണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഈ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി 1-2 ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പറയുന്നത് ഞാൻ കേട്ടു, നോ പറയണമെന്ന് പറയുന്നത് അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കാരണം അവർക്കതിനുള്ള തുടക്കക്കാർക്കൊക്കെയാണ് അത് കഴിയില്ല, അവർക്കതിനുള്ള പവറില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ലെന്നുള്ളത് പറയുന്നത് സത്യമാണെന്നുള്ളതാണ് എനിക്ക് അതിൽ രഞ്ജിനിയുടെ തന്നെ അഭിപ്രായമുള്ളത്. ഈ കാര്യത്തിൽ ഞാൻ രഞ്ജിനിയുടെ ഒപ്പമാണ്.